എല്ലാവർക്കും നമസ്കാരം. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന 10ാം തരം തുല്യതാ പരീക്ഷയുടെ മാതൃകാ ചോദ്യപേപ്പർ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ മാതൃകാ ചോദ്യപേപ്പർ അക്ഷരകേരളിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിലെ ക്വസ്റ്റ്യൻ ആൻസറാണ് ഡിസ്കഷൻ ഇവിടെ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പഠിതാക്കൾ നിരന്തരം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇങ്ങനെയൊരു വീഡിയോ ട്യൂട്ടോറിയൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ ആൻസർ ഷീറ്റ് അതുപോലെ തന്നെ ഇതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് പ്രിൻ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് അത് പ്രിൻ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നിരവധി പ്രാവശ്യം, ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലാവില്ല, 2-3 പ്രാവശ്യം കേട്ടെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യനുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുകയുള്ളൂ. കാരണം നിരവധി വർഷങ്ങൾ ഹിന്ദിയുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഈ വരാൻ പോകുന്നത്. നവംബർ 8-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് എല്ലാവർക്കും A+ കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് കഴിഞ്ഞ 10 വർഷത്തോളമായി ഈ വീഡിയോ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നിസ്വാർത്ഥമായ ഒരു പ്രവർത്തനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഹിന്ദി പഠനം എളുപ്പമാക്കുക, മധുരമാക്കുക, ഹിന്ദിയെ ഭയക്കാതിരിക്കുക, ഹിന്ദിയെ ഇഷ്ടപ്പെടുക, +1-നും ഹിന്ദി പഠിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്നത്. എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങളിതിനെ ലൈക്ക് ബട്ടൺ കൊടുക്കുക, ഷെയർ ചെയ്യുക. പഠിതാക്കൾക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവർക്കും A+ കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശം ഒരിക്കൽ കൂടി ഈ വരുന്ന 2025 നവംബർ 8-ാം തീയതിയിലെ ഹിന്ദി പരീക്ഷയ്ക്ക് എല്ലാവിധ വിജയാശംസകളും ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിക്കുന്നു. ഫുൾ A+ എല്ലാവർക്കും നേരിടാൻ ഈ വീഡിയോ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. ഇതിലെ പഠിച്ചാൽ തന്നെ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്, ചോയ്സിൻ്റെ ആൻസേഴ്സ് അടക്കം ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാം A+ കിട്ടാൻ വളരെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻസ് രൂപേണ ഇതിൽ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ഹിന്ദി ചോദ്യപേപ്പർ അനാലിസിസ്. ആദ്യത്തെ ചോദ്യം, കിസ്കെ നീച്ചെ ഛോട്ടെ പൗധേ ലഗേ ഹെ. അതിനകത്ത് 3 ചോദ്യം അതിനകത്ത് തന്നിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ഉത്തരമാണ് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ആദ്യത്തെ 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നതാണ്. ഓരോ മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പം സഹി ഉത്തർ ചുൻകർ ലിഖേ എന്നാണ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സൂചന തരുന്നത്. എന്ന് വെച്ചാൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ അതിലെ ആദ്യത്തെ ചോദ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കിസ്കെ नीचे छोटे पौधे लगे. അതിനകത്ത് 3 ഉത്തരമുണ്ട്. ആം കെ പേട് കെ നീച്ചെ, ബർഗദ് കെ പേട് കെ നീച്ചെ, പിന്നീട് അതിനകത്ത് ഏതാ വന്നിരിക്കുന്നത്, നാരിയൽ കെ പേട് കെ നീച്ചെ. നിങ്ങൾക്കറിയാമല്ലോ ഏത് പാഠത്തിലാണ്, പൗധോങ്കി പീഡിയാം എന്നുള്ള പാഠത്തിലെയാണ്. ഹരിവംശറായ് ബച്ചൻ്റെ ആ പാഠമാണ്. അതിലെ ബർഗദ് കെ പേട് കെ നീച്ചയാണ് ഉത്തരം. 1 മാർക്ക്. രണ്ടാമത്തെ ചോദ്യം, കേണൽ ने किसको जाबाज सिपाही कहा. 3 എണ്ണമുണ്ട്. ഗൗരാക്കോ, ലെഫ്റ്റനൻറ്റ് സവാർക്കോ. അതിനകത്ത് ഒരു പാഠം ഉണ്ടായിരുന്നു, കാർത്തൂസ്. ഏകാംഗിയാണ്, ആ പാഠത്തിലെ ചോദ്യമാണ്. അതിലെ ഉത്തരം വജീർ അലി എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, വൃക്ഷ ശബ്ദ കാ സമാനാർത്ഥി ശബ്ദ ക്യാ. വൃക്ഷം എന്നുള്ള വാക്കിൻ്റെ സമാനാർത്ഥിയായിട്ടുള്ള അതിനകത്ത് ഏതാണ് അർത്ഥം കൊടുത്തിട്ടുണ്ട്. പേട്, പാനി, ഹവ. പേടാണ് ഉത്തരം. 1 മാർക്ക്. 4, പാ ഫിലിം കാ നായക് ഔറോ കാ ഉമ്ര ക്യാ. പാ എന്നുള്ള ഫിലിമിനെ കുറിച്ചുള്ളൊരു ഫിലിം അനാലിസിസ്, ഫിലിമി സമീക്ഷ നമ്മൾ പഠിച്ചു. അമിതാഭ് ബച്ചൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ഫിലിമാണ്. ആ സൂപ്പർ ഹിറ്റ് ഫിലിമിൽ ആ പാ ഓറോ ആയിട്ട് അഭിനയിച്ച അമിതാഭ് ബച്ചൻ്റെ വയസ്സ് എത്രയാണെന്ന ചോദ്യം. 11 വർഷം, 13 വർഷം, 15 വർഷം. ഉത്തരം 13 വർഷം. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, മുഹറം കെ മേളെ में खोमचे वाले से 1 पैसे की रेवड़ियाँ खरीद कर लेखक ने कितना पैसा दिया था. അത് 2 പൈസ, 50 പൈസ, 8 പൈസ എന്ന് കൊടുത്തിട്ടുണ്ട്. ഉത്തരം 8 പൈസ, 8 അണയാണ്. അടുത്ത 6ാമത്തെ ചോദ്യം, സഹി മിലാൻ കരയും എന്നുള്ളതാണ്. അതിനകത്ത് നിങ്ങൾക്കറിയാം
സഹി മിലാൻ കരയും എന്നുള്ളത് ചേരുംപടി ചേർക്കുക, മാച്ച് ദ ഫോളോയിങ് എന്നാണ് പറയുക. അപ്പോൾ അതിനകത്ത് തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പാർട്ട് എയും ബിയും എഴുതണം. അപ്പോൾ ഞാനിവിടെ ഉത്തരം കൊടുത്തിരിക്കുന്നത് ശരിയായിട്ടുള്ള ഉത്തരം മാത്രമേ ഉള്ളൂ. ദോഹയിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ. നിങ്ങൾക്ക് പഠിക്കാൻ റഹീമിൻ്റെ, കബീറിൻ്റെയും തുളസിയുടെയും ഈ 2 ദോഹകൾ വീതം 6 ദോഹകളാണ്. അതിലെ പ്രാചീൻ ഹിന്ദി ശബ്ദ് ആണ് നിങ്ങൾക്ക് ചോദിക്കുക. അതിലൂടെ ചോദിച്ചിരിക്കുന്ന പർഹേദ് എന്നാണ്. പർഹേദിൻ്റെ യഥാർത്ഥ ഉത്തരം ദൂസരോം കേലി. പാഹൻ്റെ യഥാർത്ഥ ഉത്തരം പത്ഥർ. ഇത്തത്തെ എന്നുള്ളതിൻ്റെ ഉത്തരം ഇസിസെ. സു അമ്പ് തരൂ എന്നുള്ളതിൻ്റെ ഉത്തരം ആം കാ പേട്. അപ്പോൾ 4 മാർക്ക് ഇവിടെയായി, 5 മാർക്ക് മുന്നേ. നിങ്ങൾ പാസ്സായി കഴിഞ്ഞു ഹിന്ദി ഇപ്പം തന്നെ. 5 4 9 മാർക്ക് 40 കരസ്ഥമാക്കി കഴിഞ്ഞു. അറിയാം, 40 14 മാർക്ക് നേടിയാൽ നിങ്ങൾ 50 15 മാർക്ക് നേടിയാൽ പാസ്സാകും. ഇപ്പം തന്നെ നിങ്ങൾ 9 മാർക്കും നേടി. പിന്നെ സി മാർക്ക് 10 മാർക്ക് നിങ്ങളുടെ ടീച്ചർ തരുന്നതാണ്. നിങ്ങൾ സി വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ തന്നെ പാസ്സായി. നമ്മളിനി A+ലോട്ടുള്ള യാത്രയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി പരീക്ഷ എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടാവും. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 50% കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. അടുത്ത സൂചന, 7 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. 2 ചോദ്യങ്ങൾ. കിനിഹി 2 के उत्तर लिखें. 2 × 4 8 മാർക്കാണ്. 3 ചോദ്യങ്ങൾ ഒരെണ്ണം ഇടാം. ഒരെണ്ണം എഴുതിയാൽ തന്നെ 4 മാർക്ക്. ഇവിടെ ചോദ്യം, പാ ഫിലിം കാ പ്രദർശൻ 100 दिन बीत चुका है. പാ എന്ന സിനിമ 100 ദിവസത്തോളമായിട്ട് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയാണ്. ഗാവ് കാ ഫിലിം ക്ലബിനെ अपने वार्षिक समारोह में इस फिल्म का प्रदर्शन करने जा रहे हैं. इसके लिए एक आकर्षक പോസ്റ്റർ തയ്യാർ करें. എന്താ അതിൻ്റെ അർത്ഥം? പാ എന്നുള്ള ഫിലിം പ്രദർശനം തുടങ്ങിയിട്ട്, വിജയകരമായി പ്രദർശനം തുടങ്ങിയിട്ട് 100 ദിവസമായിരിക്കുന്നു. നിങ്ങളുടെ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു ഫിലിം ക്ലബ്ബ് അവരുടെ ആനിവേഴ്സറിക്ക്, വാർഷികോത്സവത്തിന് ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പോകുന്നു. അതിനുവേണ്ടി പറ്റിയ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. വളരെ സിമ്പിളായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളൂ. എന്താണ് നോക്കൂ, പാ ഫിലിം 100 दिन का വിജയോത്സവ് സബ്കാ സ്വാഗത് എന്ന് കൊടുത്തിട്ടുള്ളൊരു സൈഡിലൊരു ടൈറ്റിൽ. ഏക് ബാർ ഔർ പ്രദർശൻ, ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രദർശനം. ഗാവ് ഫിലിം ക്ലബ് അമ്പലപ്പുഴ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ സ്ഥലത്തിൻ്റെ പേരായതുകൊണ്ട് ഞാനത് കൊടുത്തു. ഏത് സ്ഥലം വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആലപ്പുഴ എന്നോ തിരുവനന്തപുരം എന്നോ, ഗാവ് ആയിരിക്കണം, ഓക്കെ, ഗ്രാമമായിരിക്കണം എന്നേ ഉള്ളൂ. താരിഖ്, ഡേറ്റ് 26/10/25. സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം. ഏതെങ്കിലും ഒരു GMHSS അമ്പലപ്പുഴ എന്നോ GMHSS ആലപ്പുഴ എന്നോ GHSS തിരുവനന്തപുരം എന്നോ എന്തുവേണമെങ്കിലും കൊടുത്തു. ഗ്രാമമായിരിക്കണം. തിരുവനന്തപുരം അപ്പോൾ വരണ്ട, ബാക്കി സബ്ജക്ട്സ് കൊടുത്താൽ. 4 മാർക്ക് ഇവിടെ തന്നെ കരസ്ഥമാക്കി കഴിഞ്ഞു. അടുത്ത 8ാമത്തെ ചോദ്യം, മാമി കാ ഗുസ്സ और मालती का रोना देखकर सिलिया अपराध बोध का अनुभव कर रही थी. സിലിയ के उस दिन की डायरी तैयार करें. നിങ്ങൾക്കറിയാം, സിലിയ എന്നുള്ള പാഠം ഒരു കഹാനിയാണ്. ഒരു ദളിത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന സുനിത ഡാക്ബൗരെ എന്ന് പറയുന്ന ഒരു ലേഖിക എഴുതിയ ഒരു പാഠമാണ്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻ എന്താ? മാമിയുടെ ദേഷ്യവും മാലതിയുടെ കരച്ചിലും കണ്ടിട്ട് സിലിയയ്ക്ക് താൻ ചെയ്ത ഒരു തെറ്റാണെന്നുള്ളൊരു ബോധം അനുഭവിക്കുന്നുണ്ടായിരുന്നു. സിലിയയുടെ ആ ദിവസത്തെ കുറ്റബോധം അടങ്ങുന്ന ഒരു ഡയറി എഴുതുക. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, 4 മാർക്കിൻ്റെ ചോദ്യം, ഡേറ്റും ആഴ്ചയും എഴുതണം. അപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ടിട്ടുണ്ട് 25/10/25 സോമവാർ. സോമവാർ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച. ആജ് കിത്ന ദുഃഖി ദിൻ ഥ, ഇന്ന് എത്രത്തോളം ദുഃഖിയായ ദിവസമായിരുന്നു. സ്കൂൾ സേ ആത്തേ വക്ത് പ്യാസ് ലഗി थी. എനിക്ക് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? ദാഹം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? മേനെ മാലതിക്ക് കുയസെ പാനി പീലി. ഞാൻ മാലതിയുടെ കിണറ്റിൽ നിന്നും എന്ത് ചെയ്തു? വെള്ളം കുടിച്ചു. യഹ് ജാൻകർ മാമി സെ തപ്പട്ട് മാർനി പടി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മയിൽ നിന്നും, മാമിയിൽ നിന്നും, മാലതിയുടെ അമ്മയിൽ നിന്നും എനിക്ക് അടി കിട്ടി. ഉയർന്ന ജാതിക്കാരുടെ കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ള, ഇതൊക്കെ പഴയ കാലത്തെ രീതികളാണ്. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യമൊന്നുമല്ല. അപ്പോൾ എനിക്ക് അടി കിട്ടി. മേരി വജഹസെ മാമിക്കോ ഗുസ്സായി. ഞാൻ കാരണം അമ്മായിക്ക് ദേഷ്യം വന്നു. അവർ മാലതിക്കോ തപ്പട്ട് മീൻ, മാലതിക്ക് അടിയും കിട്ടി. മുझे गलती महसूस होती. എനിക്ക് വളരെയധികം അതിനകത്ത് ഒരു അപരാധബോധം തോന്നുന്നു. അപരാധ ബോധ കാ അനുഭവം ലഗ്തി.
മതി, എത്രയും മതി. 4 പോയിൻ്റ് എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക്. ഞാൻ വളരെ സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്നത്. വളരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഈ ആൻസേഴ്സ് എഴുതിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ഇത് വരുമെന്ന് പ്രതീക്ഷിക്കും. 9ാമത്തെ ചോദ്യം, पेड़ प्रकृति का वरदान है. अपने घर के निकट सड़क के पास खड़े लंबे पेड़ काटने के लिए आए. लोगों को देखकर मीना अपनी पड़ोसिन से बातें करती हैं. मीना और पड़ोसिन के बीच का वार्तालाप तैयार करें. എന്താണ് ഈ ചോദ്യം? ഇതിൻ്റെ അർത്ഥം എന്താ? മരം പ്രകൃതിയുടെ ഒരു വരദാനമാണ്. നിങ്ങളുടെ വീടിന് അടുത്ത് ഉള്ള റോഡിൻ്റെ അടുക്കൽ നിൽക്കുന്ന ഒരു നീളമുള്ള മരം മുറിക്കാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് മീന തൻ്റെ അയൽവക്കക്കാരിയുമായിട്ട് സംസാരിക്കുന്നു. മീനയും അയൽവക്കക്കാരിയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. വാർത്താലാപ്പ് തയ്യാറാക്കി. 4-5 സീക്വൻസ് മതിയാവും. 4 മാർക്കാണ്. മീന അരേ യഹാം ക്യാ ഹോ റഹാ ഹൈ. മീന ചോദിക്കുകയാണ്, ഇവിടെ എന്താ നടക്കുന്നത്? പടോസിൻ, അയൽവക്കക്കാരി. ഏലോ പേട് കാട്ടിനെ ആയേ ഹെ. ഇവർ മരം മുറിക്കാൻ വന്നിരിക്കുന്നു. മീന ഏലോ ക്യോം പേട് കാട്ടത്തെ ഹെ. ഇവരെന്തുകൊണ്ടാണ് മരം മുറിക്കുന്നത്? पेड़ प्रकृति का वरदान है. മരം പ്രകൃതിയുടെ വരദാനമല്ലേ? പടോസിനി ഇസ്സേക്കാ, അതിനെന്താ? തുമാരാ ലംബാ പേട് മേരെ ഘർ കെ ഊപ്പർ ഹെ. നിൻ്റെ നീളമുള്ള മരം എൻ്റെ വീട്ടിലാണ് ചാഞ്ഞു നിൽക്കുന്നത്. മീന ഫിർ ബി ആപ്കോ ठंडी हवा देती है ना. എങ്കിലും നിനക്ക് നല്ല തണുത്ത കാറ്റൊക്കെ കിട്ടുന്നില്ലേ? പടോസി नहीं हमारे जीवन के लिए खतरा है. ഇല്ല ഇല്ല, ഞങ്ങളുടെ ജീവിതത്തിന് വലിയ അപകടമാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചാഞ്ഞു നിൽക്കുന്ന മരം. മീന തോമേ ഉസ്കി ശാഖാവോങ്കോ കാട്ട് ദൂങ്കി. എന്നാൽ പിന്നെ ഞാൻ അതിൻ്റെ ബ്രാഞ്ചസൊക്കെ, ശാഖകൾ മുറിച്ച് തരാം. പടോസി ठीक है पूरी ശാഖാവോങ്കോ കാട്ടും. ശരി, എന്നാൽ മുഴുവൻ ശാഖകളും വെട്ടണം. മീന ठीक है ധന്യവാദ്. ഓക്കെ, അപ്പോൾ അവർ തമ്മിലൊരു കോംപ്രമൈസ് ആകുന്നു. അവർ ശാഖകൾ മുറിച്ചു, അല്ലാതെ മരം മുറിച്ച് മാറ്റുന്നതിൽ അവർ തയ്യാറാകുന്നില്ല. 4 മാർക്ക് ഉറപ്പിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 8, 7, 8, 9 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3-ൽ 2 എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നെ വാർത്താലാപം ഡയറിയും തന്നെ കിട്ടിക്കഴിഞ്ഞു ധാരാളം. 4, 4, 8 മാർക്കായി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കപ്പോൾ എത്ര മാർക്കിലോട്ട് പോകാൻ പറ്റി? നേരത്തെ എഴുതിയതിൽ നിന്നും 14, 8, 22 മാർക്ക് കരസ്ഥമായി കഴിഞ്ഞു. ഇനി 18 മാർക്കിൻ്റെ ചോദ്യമല്ലേ ഉള്ളൂ. സൂചന 10 മുതൽ 12 വരെയുള്ള 10 से 12 तक के प्रश्नों में से किन्हीं 2 के उत्तर लिखे. ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം നൽകുക. ദോഹയാണ് തന്നിരിക്കുന്നത്. ജാതീന പൂച്ചോ സാധു കി പൂച്ച് ലീജിയെ ജ്ഞാൻ മോൽ കരോ തർവാർ കാ പടാ രഹൻ ദോമ്യാൻ. കബീർ കെ ദോഹയാണ്. കബീറിൻ്റെ ദോഹ എന്നും പ്രസക്തമാണ്. അന്നും ഇന്നും എന്നും നാളെയും എല്ലാം കബീറിൻ്റെ ഈരടികൾക്ക് ഇവിടെ പ്രസക്തമാണ്. അതിൻ്റെ വ്യാഖ്യ എഴുതിയാൽ മതി. അതിന് എത്ര മാർക്കാണ്? 2 മാർക്ക്. 3 എണ്ണത്തിൽ 2 എണ്ണം എഴുതിയാൽ 10, 11, 12, 3-ൽ 2 എഴുതിയാൽ മതി. ഇതിൻ്റെ അർത്ഥം എന്താ? കബീർ कहते हैं ज्ञान का ही महत्व है, बाकी सब नगण्य है. सज्जनों से ज्ञान के बारे में पूछ लेना है. जाति न पूछो साधु की. सज्जनों से कभी भी उसकी जाति को न पूछना है. वह किस जाति का है, किस धर्म का है, नहीं पूछो. फिर उससे क्या पूछना है? പിന്നെ അവരുടെ എന്ത് ചോദിക്കണം? उसके ज्ञान के അവരുടെ അറിവിനെ കുറിച്ചാണ് ചോദിക്കേണ്ടത്. ബാക്കി സബ് നഗണ്യ, ബാക്കിയെല്ലാം നഗണ്യമാണ്, നെഗ്ലക്റ്റ് ചെയ്യാം. സജ്ജനോം സെ ജ്ഞാൻ കെ ബാരെ മേ ഹി പൂച്ച് ലേന. സജ്ജനങ്ങളോട്, നല്ല മനുഷ്യരോട് അവരുടെ അറിവ് എന്തുണ്ട്, അറിവിനെക്കുറിച്ച് ചോദിക്കൂ. ബാക്കി പേഴ്സണൽ ഡീറ്റെയിൽ ഒന്നും ചോദിക്കരുത്. നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് പറഞ്ഞു തന്നു കാണും. എങ്കിലും ഈ വ്യാഖ്യ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക്. അടുത്ത 11ാമത്തെ ചോദ്യം. कंपनी का वकील का कत्ल करने के बाद वजीर अली ने अपनी हिफाजत कैसे की. കമ്പനിയിലെ വക്കീലിനെ കൊല ചെയ്തതിന് ശേഷം വജീർ അലി തൻ്റെ ഭാഗം എങ്ങനെയാണ് രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ചത്? जिसका एकमात्र लक्ष्य था कि अंग्रेज़ों को इस देश से बाहर करना. അയാളുടെ ഏകമാത്ര ഉദ്ദേശം ഈ ഇംഗ്ലീഷുകാരെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തുരത്തുക എന്നുള്ളതിന് വേണ്ടിയാണ് കമ്പനിയിലെ അത് ചെയ്തത്, വക്കീലിനെ കൊല ചെയ്തത്. ആ പാഠം ഇത്തിരി പ്രയാസമാണ്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വിടാം. കാർത്തൂസ് എന്നുള്ള പാഠത്തിനെ ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. എങ്കിലും ആ പാഠത്തിലെ മെയിൻ കണ്ടൻറ്റാണിത്. ഈ പാഠത്തിലെ ആ ഏകാംഗിയാണത്. കാർത്തൂസ് ഏകാംഗ നാടകമാണ്. അതിൽ പറയുന്ന മെയിൻ കണ്ടൻറ്റ് ഇംഗ്ലീഷുകാർക്കെതിരെയുള്ള പോരാട്ടമാണ്. അപ്പോൾ വജീർ അലി എന്ന് പറയുന്ന നായകൻ ഇംഗ്ലീഷുകാരനായ കമ്പനിയുടെ വക്കീലിനെ കൊല ചെയ്തതിന് ശേഷം തൻ്റെ ഭാഗം ക്ലിയർ ചെയ്താണ്.
അടുത്ത 12ാമത്തെ ചോദ്യം, ലേഖക് और कुत्ते के बीच का संबंध कैसा था? എപ്പോഴും ചോദ്യം, എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബൂഠാ കുത്ത എന്നുള്ള പാഠത്തിൽ ലേഖകനും പട്ടിയും തമ്മിലുള്ള, നായയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? തീർച്ചയായിട്ടും എങ്ങനെയുണ്ടായിരുന്നു? അവർ തമ്മിൽ വളരെ നല്ല ലോഹ്യമായിരുന്നു. ആൻസർ, ബൂഢാ കുത്ത കഹാനി में लेखक और कुत्ते के बीच गहरा संबंध, ആഴമേറിയ സംബന്ധമായിരുന്നു. വ കുത്ത സ്വാമി ഭക്ത് था, ആ നായ യജമാനൻ പറയുന്ന അനുസരിക്കുമായിരുന്നു. കർത്തവ്യപരായൺ और സാഹസി कार्य करने में सहायक था. കർത്തവ്യ ഡ്യൂട്ടി നോക്കുന്നതിൽ റെസ്പോൺസിബിളും, പിന്നെയോ കർത്തവ്യപരായൺ और സാഹസി കാര്യ, എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലെല്ലാം ആ നായ സഹായമാണ്. അപ്പം 10, 11, 12 ഏതെങ്കിലും 2 എഴുതിയാൽ തന്നെ ഇത് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻ ഈ വരുന്ന പരീക്ഷയിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കും. 13ാമത്തെ ചോദ്യം, ആരും ഒരു കാരണവശാലും വിടാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ, ഈ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ അനുക്രമണിക എന്നുള്ള പേജിൽ ഓരോ യൂണിറ്റിലെ പാഠഭാഗങ്ങളും അത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ലേഖകൻ്റെയോ ലേഖികയുടെയോ പേര്, കവിയുടെയോ കവയിത്രിയുടെയോ പേര് എഴുതി വെച്ചാൽ 3 മാർക്ക് ഉറപ്പിക്കാം. ഈ ചോദ്യം, ഈ 13ാമത്തെ ചോദ്യം നിങ്ങൾ വേണമെങ്കിൽ നോക്കിയോ, ഈ വരുന്ന 13ാമത്തെ ചോദ്യവും പാഠ പ്രോക്തി രചയിത താലികാക്കി പൂർത്തീകരിക്കുന്നതായിരിക്കും. ഇത് തന്നെ വരണമെന്നില്ല, പക്ഷേ ഇതെല്ലാം പഠിച്ചു വെച്ചാൽ തന്നെ കിട്ടി. ഇവിടെ ഒരെണ്ണം ഡാഷ് ഇട്ട് വരും, ബാക്കി 2 തന്നിരിക്കും. ഇവിടെ തന്നിരിക്കുന്നത് പാടുക ശീർഷക് താനാ ബാന പ്രോക്തി കവിത രചയിത ഡാഷ്, അറിയാം, ഉദയപ്രകാശ്. അടുത്തത് പാടുക ശീർഷക് സിലിയ പ്രോക്തി ഡാഷ് രചയിത സുശീല ടാക് ഭൗരെ, കഹാനി എന്നാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. അടുത്ത ഡാഷ് പാടുക ശീർഷക് പ്രോക്തി ഏകാംഗി, പിന്നെ രചയിത ഹബീബ് തൻവീർ. അപ്പോൾ അതറിയാം, കാർത്തൂസ്. അപ്പോൾ ഇത് പാഠഭാഗങ്ങളുടെ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഇത് എഴുതാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ആൻസർ ഞാൻ ഇതിനകത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കുകയും ചെയ്യാം. ഓക്കെ, അടുത്തത് നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. സൂചന, കവിതാംശു പഠയും और नीचे दिए गए प्रश्नों के उत्तर लिखे. നിങ്ങൾ തന്നിരിക്കുന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ഒരു കവിതയുടെ 4 വരിയാണ്. ആന്തി ആയി സോർ ഷോർ സേ, ഡാലേ ടൂട്ടി ഹൈ ചക്കോർ സേ, ഉടാ ഖോംസല അണ്ടേ ഫൂട്ടേ, കിസ്സേ ദുഃഖി കി ബാത്ത് കഹേഗി, അബ് യഹ് ചിടിയാ കഹാം രഹേഗി. അതിനകത്ത് തന്നെ ഈ പാഠം ഏതിലെയാണെന്നുണ്ട്, അബ് യഹ് ചിടിയാ കഹാം രഹേഗി. കവിത മഹാദേവി വർമ്മ എഴുതിയതാണ്. ഇനി ആ ചോദ്യങ്ങളിലോട്ട് പോവാം. ആന്തി ആനെ പർ ക്യാ ഹുവ, കൊടുങ്കാറ്റ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആന്തി ആനെ പർ പേടോങ്കി ഡാലിയാൻ ടൂട്ടുകയും, കൊടുങ്കാറ്റ് വന്നപ്പോൾ മരങ്ങളുടെ എല്ലാം ചില്ലകൾ ഒടിഞ്ഞു വീണു. അടുത്ത ചോദ്യം 15, 1 മാർക്കാണ്. ചിടിയ ക്യോം ദുഃഖി ഹൈ, പക്ഷികൾ എന്തുകൊണ്ടാണ് ദുഃഖിതരായിരിക്കുന്നത്? ഉത്തരം, घोंसले में जो अंडे थे वे सब टूट गई, इससे दुखी है. घोंसले में जो अंडे थे, പക്ഷിക്കൂട്ടിൽ മുട്ടകളുണ്ടായിരുന്നു, അവയെല്ലാം പൊട്ടിപ്പോയി ഈ കൊടുങ്കാറ്റിൽ. അതുകൊണ്ടാണ് അവർ ദുഃഖിതർ. ഓരോ മാർക്കാണേ, കളയരുത്. അടുത്ത 16ാമത്തെ ചോദ്യം, ഏ പങ്ക്തിയാ കിസ് കവിത കി ഹെ. വളരെ സിമ്പിൾ. ഈ വരികൾ ഏത് കവിതയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എത്ര കവിതയുണ്ട്? പൗതോങ്കി പീഡിയാമുണ്ട്, പിന്നെ ദോഹയുണ്ട്, അബ് ചിടിയ കഹാം രഹേഗിയുണ്ട്, താനാബാനയുണ്ട്. അപ്പോൾ 4 കവിതയിൽ നിന്നും ദോഹ വിട്ടേരെ, ബാക്കി 3-ലേതെങ്കിലും ഒരു കവിതയെ വരത്തുള്ളൂ. ഇപ്പോൾ ഈ അബ് ചിടിയ കഹാം രഹേഗി ഇവിടെ വന്നുകൊണ്ട് മിക്കവാറും ഇപ്രാവശ്യം പൗതോങ്കി പീഡിയാം അല്ലെങ്കിൽ താനാബാന വരും. ഓക്കെ, अब ये पंक्तियाँ किस कविता की है? ये पंक्तियाँ आब्य चिड़िया कहाँ रहेगी नामक कविता की है. അപ്പോൾ 3 മാർക്ക് ഷുവറായി. അടുത്തതാണ് എളുപ്പം. നിമ്നലിഖിത് ഗദ്യാംശ് പഠയും और പ്രശ്നോं के उत्तर लिखें. താഴെ തന്നിരിക്കുന്ന ഗദ്യാംശ് പഠിക്കുക, എന്നിട്ട് അതിൻ്റെ ചോദ്യങ്ങൾ 6 മാർക്കാണ്. പക്ഷേ ഇത് പഠിച്ചിട്ടുള്ളതല്ല, നിങ്ങൾ വായിച്ചറിഞ്ഞ് അർത്ഥം മനസ്സിലാക്കേണ്ട രീതിയിലാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന സ്റ്റീഫൻ ഹോക്കിൻസ് റോയൽ സൊസൈറ്റി ഓഫ് ആർട്സ് കെ സമ്മാനിത് സഭാസദ് ഹെ. സ്റ്റീഫൻ ഹോക്കിൻസ് എന്നുള്ളൊരു പാഠം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ജീവനി, ഒരു ജീവചരിത്രം നമ്മൾ പഠിച്ചു. പരാജയപ്പെട്ടിടത്തു നിന്നും അദ്ദേഹം ജീവിതത്തിൻ്റെ ഉന്നതങ്ങളിലെത്തിയ ഒരു പ്രേരണ നൽകുന്ന ഒരു പാഠമാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ പാഠത്തിലെ ആദ്യത്തെ സെൻറ്റൻസ് ഇങ്ങനെയാണ്: സ്റ്റീഫൻ ഹോക്കിൻ റോയൽ സൊസൈറ്റി ഓഫ് ആർട്സ് കെ സമ്മാനിത് സഭാസദ് ഹെ. സ്റ്റീഫൻ ഹോക്കിൻസ് റോയൽ സൊസൈറ്റിയിലെ ആർട്സിൽ നിന്നും സമ്മാനിച്ച ഒരു
സഭാസദ് എന്ന് പറഞ്ഞാൽ ഒരു മെമ്പറാണ്. സാത്ത് ഹി ധർമ്മ അധ്യക്ഷീയ വിജ്ഞാൻ അക്കാഡമി के जीवन पर्यंत സദസ്യ രഹെ. അതിനൊപ്പം തന്നെ ആ ധർമാധ്യക്ഷീയ സയൻസിൻ്റെ അക്കാഡമിയുടെ ജീവൻ പര്യന്ത ആജീവാനന്ദ മെമ്പറായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ് के सर्वोच्च पुरस्कार राष्ट्रपति का मेडल ऑफ फ्रीडम भी दिया गया. യുണൈറ്റഡ് സ്റ്റേറ്റിലെ ഏറ്റവും ഉയർന്ന സമ്മാനമായ രാഷ്ട്രപതിയുടെ മെഡൽ ഓഫ് ഫ്രീഡം അദ്ദേഹത്തിന് നൽകപ്പെട്ടു. 1979 से 2009 तक 1979 से 2009 तक 1979 മുതൽ 2009 വരെ കേംബ്രിഡ്ജ് വിശ്വവിദ്യാലയ ഗണിത് കെ പ്രൊഫസർ थे. കേംബ്രിഡ്ജ് വിശ്വവിദ്യാലയയിൽ മാത്സിൻ്റെ കണക്കിൻ്റെ പ്രൊഫസറായി. इसके द्वारा लिखित किताब ए ब्रीफ हिस्ट्री ऑफ टाइम उस समय की सबसे ज़्यादा बिकने वाली किताब थी. അദ്ദേഹത്താൽ എഴുതപ്പെട്ട പുസ്തകം എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ആ സമയത്ത് ഏറ്റവും അധികം വിൽക്കപ്പെട്ടിരുന്ന പുസ്തകമായിരുന്നു. ഹോക്കിൻസ് കാ നിധൻ 14 മാർച്ച് 2018 14 മാർച്ച് 2018 2018 മാർച്ച് 14 അദ്ദേഹം മരിച്ചു. അപ്നാ സ്വദേശ് കേംബ്രിഡ്ജ് മേ ഹുവ. തൻ്റെ സ്വദേശമായ കേംബ്രിഡ്ജിലാണ് അദ്ദേഹം. ഇതാണ്. പക്ഷേ ഞാൻ ഈ പാരഗ്രാഫ് തന്നിട്ടില്ല. നിങ്ങളുടെ അക്ഷര കേരളി മാഗസിനിലുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ അക്ഷര കേരളി മാഗസിൻ ഉള്ളതുകൊണ്ട് ഞാനത് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓരോന്നിനും ഓരോ മാർക്ക്. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് A+ കിട്ടാനുള്ളതാണ്. 17 ചോദ്യം. സ്റ്റീഫൻ ഹോക്കിംഗ് കഹാം കാ സമ്മാനിത് സഭാസദ്. അതിനകത്ത് ആദ്യത്തെ വരിയാണ് സ്റ്റീഫൻ ഹോക്കിൻസ് എവിടുത്തെ ആദരവ് ഏറ്റുവാങ്ങിയ സദസ്യാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അതിനകത്ത് ആദ്യത്തെ ഉത്തരമാണ് സ്റ്റീഫൻ ഹോക്കിംഗ് റോയൽ സൊസൈറ്റി ഓഫ് ആർട്സ് കെ സമ്മാനിത് സഭാസദ്. റോയൽ സൊസൈറ്റി ഓഫ് ആർട്സിൻ്റെ അല്ലെങ്കിൽ അവരെ ആദരിച്ച അധ്യക്ഷനാണ്. വേ കബ് തക് ഗണിത് കെ പ്രൊഫസർ. എപ്പോൾ വരെ ഗണിതത്തിൻ്റെ പ്രൊഫസറായിരുന്നു? 1979 മുതൽ 2009 വരെ കേംബ്രിഡ്ജ് വിശ്വവിദ്യാലയയ്ക്ക് ഗണിത് കെ പ്രൊഫസർ. 1979 മുതൽ 2009 വരെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ മാത്സിൻ്റെ പ്രൊഫസറാണ്. 19 ഉൻകെ മേം നിഹിത് സർവനാം ക്യാ. നിങ്ങൾക്ക് സർവനാം പഠിക്കണമെന്നുള്ള ഒരു ഉണ്ടായിരുന്നു. വൗ പ്ലസ് കാ, യു പ്ലസ് കാ, മേം പ്ലസ് കാ, കെ കി കോ, ഇതെല്ലാം എന്ത് ഉത്തരവാണെന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ പഠന കേന്ദ്രത്തിൽ എല്ലാ കുട്ടികൾക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം അറിയാം. അവർ തത്ത പറയുന്ന പോലെ പച്ചവെള്ളം പോലെ പറയും. ബാക്കി കേന്ദ്രങ്ങളിലെ പഠിതാക്കൾ എന്താണെന്ന് അറിയില്ല. എങ്കിലും വേ പ്ലസ് കെ ആണ് ഉൻകെ. വഹു പ്ലസ് കെ ഉസ്കെ. ഇവിടെ വഹ് വേ യഹ് കൊടുത്തിട്ടുണ്ട്. യഹ് പ്ലസ് കെ ഇസ്കെ. അപ്പോൾ അതൊരു ചാർട്ട് ഉണ്ടാക്കി വെച്ചിരിക്കണം. എങ്കിലും ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വേ ആണ് അതിൻ്റെ ഉത്തരം. 20 സ്റ്റീഫൻ ഹോക്കിൻസ് കാ നിധൻ കബ് ഹുവ. ആ പാരഗ്രാഫിലെ ഏറ്റവും അവസാനത്തെ സെൻറ്റൻസ് ആണ് സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് മരിച്ചു എന്നുള്ളത്. അതിൻ്റെ ഉത്തരം ഹോക്കിൻസ് കാ നിധൻ 14 മാർച്ച് 2018 2018 മാർച്ച് 14 തൻ്റെ സ്വന്തം സ്വദേശമായ കേംബ്രിഡ്ജ് മേ ഹുവ. കേംബ്രിഡ്ജിലുണ്ട്. 21 സ്റ്റീഫൻ ഹോക്കിൻസ് കി കോൺസി പുസ്തിക ജ്യാദ ബിഗ് ഗയി थी. സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ ഏത് പുസ്തകമാണ് ഏറ്റവും അധികം വിൽറ്റ് കഴിഞ്ഞത്? അതിനകത്ത് തന്നെ ഉണ്ട് ഉത്തരം. ആ പാരഗ്രാഫ് നോക്കി എഴുതിയാൽ മതി. കാണാനൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. പുസ്തകം ഇത് തന്നെ നിങ്ങൾ എല്ലാവർക്കും നല്ല മാർക്ക് മേടിക്കാൻ പറ്റും. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം നാമക് പുസ്തിക ജ്യാദ ബിഗ് ഗയി. അദ്ദേഹം എഴുതിയ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നതാണ് ഏറ്റവും അധികം വിറ്റ് കഴിഞ്ഞ പുസ്തകം. ഇനി 22ാമത്തെ ചോദ്യം. ഭൂതകാൽ കോ സൂചിത് കർണേ വാല വാക്യ കോൺ സാ ഹൈ. ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന 3 സെൻറ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വേ വിശ്വവിദ്യാലയ കേംബ്രിഡ്ജ് വിശ്വവിദ്യാലയ में गणित के प्रोफेसर थे. 2 वे एक सम्मानित सभासद हैं. 3 वे धर्माध्यक्षीय विज्ञान अकादमी के जीव पर्यंत सदस्य होंगे. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഥാ ഥേ ഥീ തീം എന്നുള്ള ക്രിയയിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭൂതകാലം. ഹൈ എന്നുള്ളതിൽ വന്ന് അവസാനിക്കുന്ന ക്രിയ വർത്തമാനകാലം. ഹോഗ ഹോഗെ ഹോങ്കെ ഹോഗി വന്നു കഴിഞ്ഞാൽ അത് ഭവിഷ്യത് കാലം. ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. വേ കേംബ്രിഡ്ജ് വിശ്വവിദ്യാലയമേ ഗണിത് കെ പ്രൊഫസർ ഥേ എന്നുള്ളതാണ് എന്ത് ഭൂതകാലം, പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ്. അതിന് 1 മാർക്ക് കിട്ടും. ഇനി എന്താണ് മാതൃഭാഷാമേ അനുവാദ് കറി. 23ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന സെൻറ്റൻസിനെ മാതൃഭാഷയിലോട്ട് തർജ്ജമ ചെയ്യുക. എന്താണ് തന്നിരിക്കുന്ന വാചകം? ആധുനിക് സഭ്യത का एक प्रमुख व्यवसाय है पत्रकारिता. पत्रकारिता का इतिहास प्रौद्योगिकी और व्यापार के विकास के साथ आरंभ हुआ. ആധുനിക സംസ്കാരത്തിൻ്റെ ഒരു പ്രമുഖ വ്യവസായമാണ് പത്രവൃത്താന്തം. പത്രവൃത്താന്തത്തിൻ്റെ ചരിത്രം ടെക്നോളജിയുടെയും വ്യാപാരത്തിൻ്റെയും വികാസത്തോടൊപ്പം ആരംഭിച്ചു. നിങ്ങൾക്ക് ഇത്തിരി ടഫായിട്ടുള്ള സെൻറ്റൻസാണ് തന്നിരിക്കുന്നത്. ഇത്രയും ടഫ് വരില്ല, എളുപ്പത്തിലുള്ളത് വരും. പക്ഷേ മലയാളത്തിലുള്ള അറിവ് ഹിന്ദി ഭാഷയിലുള്ള അറിവാണ്. പരിശോധിക്കാൻ വേണ്ടിയാണ്
ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അടുത്ത അവസാനത്തെ ചോദ്യം 24. ബുഡാപ്പ ഏക് അഭിശാപ് ഹൈ ഇസ് വിഷയ പർ ലേഖ് തയ്യാർ. ബുഡാപ്പ ഒരു അഭിശാപമാണ്, വാർദ്ധക്യം ഒരു അഭിശാപമാണ് എന്നുള്ള വിഷയത്തിൽ ഒരു ലേഖനം തയ്യാറാക്കുക. 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ 4 പോയിന്റ്സ് ഒന്ന് ഇലാബറേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഫസ്റ്റ് പോയിന്റ് മാനവ ജീവൻ की അവസ്ഥായും, രണ്ടാമത്തേത് പരിവർത്തൻ, മൂന്നാമത്തേത് ശാരീരിക് കഠിനായിയാം, നാലാമത്തേത് സമാജ് കാ ദൃഷ്ടികോൺ. നിങ്ങൾക്കറിയാം ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടായിട്ടും വാർദ്ധക്യം നേരിടുന്ന വെല്ലുവിളികൾ വളരെയധികമാണ്. അവരെ നെഗ്ലക്റ്റ് ചെയ്യാണ്, സമൂഹം തള്ളുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ചോദ്യം നിങ്ങളുടെ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ സെൻറ്റൻസിലോട്ട് കടക്കാം. ബുഡാപ്പ ഏക് അഭിശാപ് ഹൈ എന്നൊരു ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് കൊടുത്താൽ തന്നെ 1 മാർക്കായി. ഫസ്റ്റ് സെൻറ്റൻസ്, മാനവ ജീവൻ की अवस्थाओं में अंतिम अवस्था है बुढ़ापा. മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അവസ്ഥയാണ് വാർദ്ധക്യം. 2, പരിവർത്തൻ പ്രകൃതി കാ നിയമം ഹൈ. മാറ്റം എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമമാണ്. എന്നും നമ്മൾ ഒരുപോലെ ഇരിക്കില്ല. ഹം മാനേ യാ നാ മാനേ ഹമാരാ മെഹമാൻ ഹേ ബുഢാപ്പ. അതൊക്കെ എൻ്റെ സ്വന്തം സെൻറ്റൻസാണ്. നമ്മൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും നമുക്ക് വന്നു ചേരുന്ന ഒരു അതിഥിയാണ് വാർദ്ധക്യം. ശാരീരിക് കഠിനായാം ഈ അവസ്ഥ മീൻ സ്യാദാ ഹോത്തി. വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ ശാരീരിക അസ്വസ്ഥതകൾ കൂടിക്കൂടി വരും. സമാജ് കാ ദൃഷ്ടികോൺ ഈ അവസ്ഥ പർ ബുരാ ഹൈ. സമൂഹം ഈ അവസ്ഥയിലുള്ള ആൾക്കാരെ വളരെ മോശത്തോടു കൂടിയാണ് കാണുന്നത്. ഇവരെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിക്കാണ് കാണുന്നത്. ജീവൻ കെ അന്തിം ക്ഷണവുമേ ദുഃഖ് കെ സാത്ത് ബീത്നാ പഡ്താ ഹൈ. വൃദ്ധരായവർക്ക് ജീവിതത്തിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിൽ വളരെ ദുഃഖത്തോടൊപ്പം ജീവിക്കേണ്ടി വരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ നല്ല കാലഘട്ടത്തിൽ യൗവനവും ഗാർഹസ്ഥ്യവും എല്ലാം വളരെ കഷ്ടപ്പെട്ട് അവരുടെ മക്കൾക്ക് വേണ്ടിയെല്ലാം വളരെയധികം കഷ്ടപ്പെട്ട് ചെലവഴിച്ചിട്ട് അവസാനം അവർ തള്ളിപ്പറയുന്ന ഒരവസ്ഥ വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്നു. അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ലേഖനം എഴുതാൻ തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ കാണാതെ പഠിച്ച് എഴുതി പ്രിൻ്റ് എടുത്ത് വെച്ച് 2, 3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന പരീക്ഷയിൽ വിജയശ്രീലാളിതരാകാം എന്നൊരിക്കൽ കൂടി എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇതിൽ തന്നെ ഉണ്ട്. 9446413526 ആണ് എൻ്റെ നമ്പർ. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ, പരീക്ഷ എങ്ങനെ ഇരുന്നു എന്നൊക്കെ അറിയിച്ചാൽ കൊള്ളാം, നിങ്ങളുടെ മെസ്സേജുകൾ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. വേറെ ഒന്നിനുമല്ല, ഇതൊരു വളരെ പഠനകരമായ ഒരു പ്രവൃത്തിയാണ്. അതെല്ലാവർക്കും വിജയം ഒരിക്കൽ കൂടി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വരുന്ന നവംബർ 8-ാം തീയതി പരീക്ഷയ്ക്ക് ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. ഈ ഡിസ്കഷൻ നന്നായിരുന്നു എന്ന് കരുതുന്നു. ഡിസ്കഷനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.